വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടൻസിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം സെക്കൻഡ് സെമിസ്റ്റർ ബയോ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ എൻസൈംസ്, അതിലെ ഇൻട്രൊഡക്ഷൻ, നോമൻക്ലേച്ചർ ഇത്രയും ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് എൻസൈംസ്? എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് സെൽസ് സിന്തസൈസ് ചെയ്യുന്ന ബയോ കാറ്റലിസ്റ്റ് ആണ് എൻസൈംസ്. അത് ബയോകെമിക്കൽ റിയാക്ഷൻസിനെ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ ഇൻ നേച്ചറാണ്, അമിനോ ആസിഡ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊളോയിഡലാണ്, തെർമോലെബൈലാണ്, ഹൈലി സ്പെസിഫിക് ആണ്. ഇതാണ് എൻസൈംസിൻ്റെ ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ. ഹിസ്റ്ററി ആൻഡ് നോമൻക്ലേച്ചർ. 1836 ബെർസേലിയസ് ആണ് കാറ്റലിസിസ് എന്നൊരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. 1878 കുഹ്നെയാണ് എൻസൈം എന്ന ടേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 1883 ബുച്ച്നർ സൈമേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ ഈസ്റ്റിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഷുഗറിനെ ആൽക്കഹോളാക്കി കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 1926 ജെയിംസ് സംനറാണ് ആദ്യമായിട്ട് എൻസൈമിനെ ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്. യൂറിയേസ്, ജാക്ക് ബീൻസ് നിന്നാണ് യൂറിയേസ് ക്രിസ്റ്റലൈസ് ചെയ്തെടുക്കുന്നത്. തെർമോലെബൈൽ എൻസൈംസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈസ്റ്റ്, പേസ്റ്റ്, ലാക്ടേസ്, മാൾട്ടേസ്, പെപ്സിൻ. ഇതൊക്കെ തെർമോലെബൈൽ എൻസൈംസിന് എക്സാമ്പിൾസ് ആണ്. ബയോളജിക്കൽ സിസ്റ്റത്തിലുള്ള എൻസൈംസിൻ്റെ എക്സാമ്പിൾസ് ആണ് പെപ്സിൻ, അത് പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ട്രിപ്സിൻ, പ്രോട്ടീൻസിനെ അമിനോ ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അമിലേസ്, സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുന്നുണ്ട്. ലാക്ടോസ് ഗ്ലൂക്കോസ് പ്ലസ് കെലക്ടോസ് ആണ്. മാൾട്ടേസ് ഉണ്ട്, സൂക്രേസ് ഉണ്ട്, ലിപ്പേസ് ഉണ്ട്, ന്യൂക്ലിയേസ് ഉണ്ട്. ഇതൊക്കെ ബയോളജിക്കൽ സിസ്റ്റത്തിലുള്ള എൻസൈംസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തത് നോമൻക്ലേച്ചർ ഓഫ് എൻസൈംസ്. ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് നോമൻക്ലേച്ചർ ഓഫ് എൻസൈംസ്. എൻസൈംസിനെ രണ്ട് രീതിക്ക് നമുക്ക് നെയിം ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് വൺ ആണ് ട്രിവിയൽ നെയിം. ട്രിവിയൽ നെയിം എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ ആണ്, ഷോർട്ടാണ്, കോമൺലി യൂസ് ചെയ്യുന്ന പേരാണ്. നോൺ സിസ്റ്റമാറ്റിക് ആണ്, പക്ഷേ യൂസ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇത് ആ എൻസൈം ആക്ട് ചെയ്യുന്നത് ഏത് സബ്സ്ട്രേറ്റിലാണോ ആ സബ്സ്ട്രേറ്റിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ടൈപ്പ് ഓഫ് റിയാക്ഷൻ കാറ്റലൈസ്ഡ്, അത് യൂസ് ചെയ്യും. ആൻഡ് എൻഡ് ചെയ്യുന്നത് സഫിക്സ് എയ്സ് എന്ന് വെച്ചിട്ടാണ്. അതായത് ഈ ഒരു പേര് കൊടുത്തിരിക്കുന്നത് ആദ്യം എന്താണ് ആ എൻസൈം ആക്ട് ചെയ്യുന്ന സബ്സ്ട്രേറ്റിൻ്റെ പേര്, പിന്നെ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻ ജനറലി എൻഡ് ചെയ്യുന്നത് എയ്സ്, ASC എന്ന് പറയുന്ന സഫിക്സ് യൂസ് ചെയ്തിട്ടാണ്. ഇതാണ് ട്രിവിയൽ നെയിമിൻ്റെ കേസ്. എക്സാമ്പിളാണ് ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ്. ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈഥൈൽ ആൽക്കഹോളാണ് സബ്സ്ട്രേറ്റ് വരിക, പ്രൊഡക്റ്റാണ് അസെറ്റാൽഡിഹൈഡ്. ഇവിടെ നടക്കുന്ന റിയാക്ഷനാണ് ഡീഹൈഡ്രജനേഷൻ. അപ്പോൾ സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള ആൽക്കഹോൾ, ഫസ്റ്റ് പേര് വന്നത് ആൽക്കഹോളാണ്, റിയാക്ഷൻ നടക്കുന്നത് ഡീഹൈഡ്രജനേഷനാണ്. അപ്പോൾ രണ്ടാമത്തെ പേര് ഡീഹൈഡ്രജനേഷൻ്റെ ആണ്. ഈ ഒരു ഡീഹൈഡ്രജൻ വന്നിരിക്കുന്നത് എയ്സ് സഫിക്സ് വെച്ചിട്ട് എൻഡ് ചെയ്യാം. ഇങ്ങനെയാണ് ട്രിവിയൽ നെയിമിൽ നമ്മളൊരു എൻസൈമിനെ നെയിം ചെയ്യുന്നത്. യൂറിയേസ് ഉണ്ട്. യൂറിയേസിലെ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ യൂറിയാണ്. അവിടെ പ്രൊഡക്ട്സ് ഫോം ചെയ്യുക അമോണിയം കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഹൈഡ്രോലിസിസ് ആണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് എയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ലാക്ടേസ് ആണ്. അത് ലാക്ടോസ്, ഗ്ലൂക്കോസ് പ്ലസ് കെലക്ടോസ്, മാൾട്ടേസ്, ലിപ്പേസ്, ന്യൂക്ലിയേസ്, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. അടുത്തത് സിസ്റ്റമിക് നെയിം. ഇപ്പോൾ ട്രിവിയൽ നെയിം കഴിഞ്ഞു, രണ്ടാമത്തെയാണ് സിസ്റ്റമിക് നെയിം. സിസ്റ്റമിക് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IUB റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് ബയോ കെമിസ്ട്രി, IUBനെ ബേസ് ചെയ്തിട്ടാണ് സിസ്റ്റമാറ്റിക് നെയിം നമ്മൾ കൊടുക്കുന്നത് എൻസൈംസിന്. ഇത് രണ്ട് കാര്യത്തിനും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അത് ആക്ട് ചെയ്യുന്ന സബ്സ്ട്രേറ്റിനും ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് ഇവിടെ കാറ്റലൈസ് ചെയ്യുന്നത് രണ്ടിനും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ എൻസൈമും ഓരോ സ്പെസിഫിക് ക്ലാസ്സും സബ് ക്ലാസ്സുമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സിസ്റ്റമാറ്റിക് നെയിമിൻ്റെ കേസിൽ. എൻസൈം ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു IUB, ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് ബയോകെമിസ്ട്രി പ്രകാരമുള്ള എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ഓക്സിഡോ റിഡക്ടേസ്. ഓക്സിഡോ റിഡക്ടേസ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ഓക്സിഡോ റിഡക്ടേസ്. എക്സാമ്പിളാണ് ഡീഹൈഡ്രോജനേസസ്, ഓക്സിഡേസസ്. അടുത്തത് ട്രാൻസ്ഫറേസസ് ആണ്. ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിൽ നിന്ന് വേറൊരു മോളിക്യൂളിലോട്ട് ഫങ്ഷണൽ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ കാറ്റലൈസ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫറേസസ് എൻസൈം. എക്സാമ്പിളാണ് ട്രാൻസ് അമിനേസും കൈനേസും. ഹൈഡ്രോലേസസ് ഉണ്ട്. ഹൈഡ്രോലേസസ് എന്ന് പറയുമ്പോൾ വാട്ടർ ആഡ് ചെയ്തിട്ട് ബോണ്ടിൻ്റെ ക്ലീവേജ്, ഹൈഡ്രോലൈറ്റിക് ക്ലീവേജിനെ കാറ്റലൈസ് ചെയ്യുന്നതാണ് ഹൈഡ്രോലേസസ്. അതിന് എക്സാമ്പിളാണ് ലിപ്പേസും അമിലേസും പ്രോട്ടിയേസും. അടുത്തത് ലയേസസ് ആണ്. ലയേസസ് എന്തിനു വേണ്ടിയിട്ടാണ്?
ഹൈഡ്രോലിസിസോ അല്ലെങ്കിൽ ഓക്സിഡേഷനോ നടക്കാതെ തന്നെ ഗ്രൂപ്പ്സിൻ്റെ അഡീഷൻ അല്ലെങ്കിൽ റിമൂവൽ ടു ഫോം ഡബിൾ ബോൺഡ്സ് അതിനെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലയേസസ് ഉള്ളത്. എക്സാമ്പിളാണ് ഡി കാർബോക്സിലേസസും ആൽഡോലേസും. അടുത്തത് ഐസോമറൈസസ് ആണ്. ഐസോമറൈസ് എന്ന് പറഞ്ഞാൽ ഐസോമറൈസേഷനെ കാറ്റലൈസ് ചെയ്യുന്നതാണ്. എക്സാമ്പിളാണ് മ്യൂട്ടേസസ്, റെസിമേസസ്. അടുത്തത് ലിഗേസസ് ആണ്. ലിഗേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATP ഹൈഡ്രോലിസിസിൻ്റെ ഒപ്പം 2 മോളിക്യൂൾസിൻ്റെ ജോയിനിങ്ങിനെ കാറ്റലൈസ് ചെയ്യുന്നതാണ് ലിഗേസസ്. അതിനെ തന്നെ നമ്മൾ സിന്തറ്റേസസ് എന്നും പറയും. എക്സാമ്പിളാണ് DNA ലിഗേസും കാർബോക്സിലേസും. അപ്പോൾ IUB ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്? എൻസൈംസിൻ്റെ ഓക്സിഡോ റിഡക്ടേസസ് ഉണ്ട്, ട്രാൻസ്ഫറേസസ് ഉണ്ട്, ഹൈഡ്രോലേസസ്, ലയേസസ്, ഐസോമറൈസസ്, ലിഗേസസ്. ഇങ്ങനെ 6 ക്ലാസിഫിക്കേഷനാണ് എൻസൈംസിന് IUBനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഇനി സൈറ്റ് ഓഫ് ആക്ഷനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ 2 ടൈപ്പാണുള്ളത്. ഇൻട്രാ സെല്ലുലാർ ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാർ ഉണ്ട്. അക്കോർഡിംഗ് ടു സൈറ്റ് ഓഫ് ആക്ഷൻ ഇൻട്രാ സെല്ലുലാറിനെ നമ്മൾ എൻഡോ എൻസൈംസ് എന്നും എക്സ്ട്രാ സെല്ലുലാറിനെ എക്സോ എൻസൈംസ് എന്നും പറയും. ഇൻട്രാ സെല്ലുലാർ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ സിന്തസൈസ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ആ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെയാണ് അത് ആക്റ്റീവ് ആയിട്ടുള്ളത്. എക്സാമ്പിളാണ് ഹെക്സോ കൈനേസും DNA പോളിമറേസും. എക്സ്ട്രാ സെല്ലുലാറിനെ എക്സോ എൻസൈംസ് എന്നും പറയുന്നുണ്ട്. ഔട്ട്സൈഡ് ദ സെല്ലാണ് സെക്രീറ്റ് ചെയ്യുന്നതും എക്സ്റ്റേണൽ സബ്സ്ട്രേറ്റ്സിലാണ് അത് ആക്ട് ചെയ്യുക. എക്സാമ്പിളാണ് അമിലേസും പെപ്സിനും. അപ്പോൾ ഇതാണ് അക്കോർഡിംഗ് ടു IUB, അക്കോർഡിംഗ് ടു സൈറ്റ് ഓഫ് ആക്ഷൻ. 2 രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കിയത്. അടുത്തത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പ്രോട്ടീൻ സബ് യൂണിറ്റ്സ്. നമ്പർ ഓഫ് പ്രോട്ടീൻ സബ് യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ട് മോണോമറിക് എൻസൈംസ് ഉണ്ട്. അതായത് ഒരു സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിനാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. എക്സാമ്പിളാണ് റൈബോ ന്യൂക്ലിയേസ്. ഒലിഗോമറിക് എൻസൈംസ് ഉണ്ട്. 2 to 60 പോളിപെപ്റ്റൈഡ് ചെയിൻസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അത് നോൺ കോവാലൻ്റ് ഇൻട്രാക്ഷൻ വെച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിളാണ് ലാക്ടേറ്റ് ഡീഹൈഡ്രജനേസ്. മൾട്ടി എൻസൈം കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ സെവറൽ എൻസൈംസിനെ അറേഞ്ച് ചെയ്തിട്ട് സീക്വൻസൽ റിയാക്ഷൻസ് ഒരു സ്പെസിഫിക് സൈറ്റിൽ അതിനെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് പൈറുവേറ്റ് ഡീഹൈഡ്രജനേസ് കോംപ്ലക്സ്. അടുത്തത് നമുക്ക് IUB ക്ലാസിഫിക്കേഷൻ എടുത്ത് ചോദിക്കാറുള്ളതാണ് 5 മാർക്കിനൊക്കെ ആയിട്ട്. അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എൻസൈംസിനെ 6 മെയിൻ ക്ലാസ്സസ് ആയിട്ടാണ് IUB പ്രകാരം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബൈ ദ ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് ബയോ കെമിസ്ട്രി. അത് ജസ്റ്റ് ഒരു ഷോർട്ട് ഫോമിൽ കൊടുത്തിരിക്കുകയാണ്. OTHLIL, ഓട്ട്ലിൽ. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്സിഡോ റിഡക്ടേസ്, ട്രാൻസ്ഫറേസ്, ഹൈഡ്രോലേസ്, ലയേസ്, ഐസോമറേസ്, ലിഗേസ്. ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഓക്സിഡോ റിഡക്ടേസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസിന് ഇൻവോൾവ് ചെയ്യുന്ന എൻസൈമാണ് ഓക്സിഡോ റിഡക്ടേസ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതും റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നതുമാണ്. അവിടെ നടക്കുന്ന ജനറൽ റിയാക്ഷനാണ് AH2+B ഗീവ്സ് A+BH2. ഇവിടെ A ഓക്സിഡൈസ് ആയി B റെഡ്യൂസ്ഡ് ആവുകയാണ് ചെയ്തത്. ഇവിടെ സബ്സ്ട്രേറ്റ്സ് എന്താണ്? ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈംസിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കോംപ്ലക്സ് ബ്രേക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റ് റിലീസ് ആവുന്നുണ്ട്. എൻസൈം അങ്ങനെ ഫ്രീ ആവും. ആ ഫ്രീ ആയത് നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും. അവിടുത്തെ എക്സാമ്പിൾസ് ആണ് ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ്, സൈറ്റോക്രോം ഓക്സിഡേസ്, ഡെക്സ്ട്രോ അമിനോ ആസിഡ് ഓക്സിഡേസ്. അടുത്തത് ട്രാൻസ്ഫറേസസ് ആണ്. അതായത് ഹൈഡ്രജൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈംസ് ആണ് ട്രാൻസ്ഫറേസ്. ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഗ്രൂപ്പ് പറഞ്ഞ അമിനോ ആവാം, മീഥൈൽ ആവാം, അസൈൽ ആവാം, ഫോസ്ഫോറൈൽ ആവാം. ഒക്കെ ചെയ്യുന്ന റിയാക്ഷനാണ് AR+B ഗീവ്സ് A+BR. R എന്ന് പറഞ്ഞാൽ അമിനോ ആവാം, മീഥൈൽ ആവാം, അസൈൽ ആവാം, ഫോസ്ഫറൈൽ ആവാം. എക്സാമ്പിൾസ് ആണ് ഹെക്സോകൈനേസ്, ട്രാൻസ്മീഥൈലേസ്, ഫോസ്ഫറൈൽ, ട്രാൻസ്ഫറേസ്. അപ്പോൾ ഇതാണ് ഓക്സിഡോ റിഡക്ടേസും ട്രാൻസ്ഫറേസസും. അടുത്തത് ഹൈഡ്രോലേസസ്. ഹൈഡ്രോലേസസ് എന്ന് പറഞ്ഞാൽ എസ്റ്റർ, ഈതർ, ഗ്ലൈക്കോസിൽ, പെപ്റ്റൈഡ് അല്ലെങ്കിൽ അൻഹൈഡ്രേറ്റ് ബോൺസിൻ്റെയൊക്കെ ഹൈഡ്രോലൈറ്റിക് ക്ലീവേജിനെ കാറ്റലൈസ് ചെയ്യുന്നുണ്ട്. ഇത് വാട്ടർ ആഡ് ചെയ്തിട്ടാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. റിയാക്ഷനാണ് AB+H2O ഗീവ്സ് AH+BOH. എക്സാമ്പിൾസ് ആണ് യൂറിയേസ്, ലിപ്പേസ്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. അടുത്തത് ലയേസസ് ആണ്. ലയേസസിനെ നമ്മൾ ഡെസ്മോലേസസ് എന്നും പറയുന്നുണ്ട്. ഇത് ഓക്സിഡേഷനോ ഹൈഡ്രോലിസിസോ നടക്കാതെ തന്നെ ബോണ്ട് ബ്രേക്ക് ആവുക, അതേപോലെ സബ്സ്ട്രേറ്റ്സിൽ നിന്ന് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈമാണ് ലയേസസ്. CO, CC, CN, CS, C ഹാലൈഡ് ബോൺസിനെയാണ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത്. AB+XY ഗീവ്സ് AX+BY. ഇതാണ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻ. എക്സാമ്പിളാണ് ആൽഡോലേസ്, ഹൈഡ്രറ്റേസ്, ഫ്യൂമറേസ്. അടുത്തത് ഐസോമറേസസ് ആണ്.
ഐസോമറൈസേഷൻ റിയാക്ഷൻ്റെ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഐസോമറൈസ് എന്ന് പറയുന്നത്. എ ഈക്വൽ ടു എ ഡാഷ്. എക്സാമ്പിളാണ് എപ്പിമെറൈസസ്, റെസിമേസസ്, ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസ്. ഇതാണ് ഐസോമറൈസസ്. അടുത്തതാണ് ലിഗേസസ്. ലിഗേസസിനെ നമ്മൾ സിന്തറ്റേസസ് എന്നും പറയുന്നുണ്ട്. അത് സിന്തറ്റിക് റിയാക്ഷൻസ്, അതായത് രണ്ട് സ്മോൾ മോളിക്യൂൾസ് ജോയിൻ ചെയ്തിട്ട് ATPൻ്റെ പ്രസൻസിൽ ഒരു ലാർജർ കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സിന്തറ്റിക് റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ലിഗേസ്. ഇവിടെ A+B ATPൻ്റെ പ്രസൻസിൽ AB ഫോം ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് അസറ്റൈൽ കോയെ സിന്തറ്റേസും അസറ്റൈൽ കോയെ കാർബോക്സിലേസും. അപ്പോൾ ഇത്രയാണ് നമുക്ക് എൻസൈംസിൻ്റെ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് നമ്മൾ നോക്കി. പിന്നെ ഹിസ്റ്ററി, നോമൻക്ലേച്ചർ, എക്സാമ്പിൾസ്. നോമൻക്ലേച്ചറിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു IUB ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് ബയോകെമിസ്ട്രി പ്രകാരമുള്ളത്, സൈറ്റ് ഓഫ് ആക്ഷൻ പ്രകാരമുള്ളത്, നമ്പർ ഓഫ് പ്രോട്ടീൻ സബ് യൂണിറ്റ്സ് പ്രകാരമുള്ളത് നോക്കി. IUB ക്ലാസിഫിക്കേഷൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. 5 മാർക്കിന് എടുത്ത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്സിഡോ റിഡക്ടേസ്, ട്രാൻസ്ഫറേസസ്, ഹൈഡ്രോളൈസസ്, ലയേസസ്, ഐസോമറൈസസ്, ലിഗേസസ്. ഇത്രയാണ് എൻസൈംസിൻ്റെ ഇൻട്രൊഡക്ഷൻ, നോമൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്. നമുക്ക് പ്രോപ്പർട്ടീസും എൻസൈം കൈനറ്റിക്സും ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.